നീല ആകാശവും തണുത്ത കാട്ടും നിറഞ്ഞൊരു പ്രഭാതം. കൊച്ചിയിലെ കടൽത്തീരത്ത് നിൽക്കുകയായിരുന്നു അനു. തിരമാലകൾ തീരം തഴുകുമ്പോൾ അവളുടെ മനസ്സിലും ഓർമ്മകളുടെ തിരമാലകൾ ഉയർന്നിറങ്ങി. അവൾക്ക് കടൽ ഏറെ പ്രിയപ്പെട്ടതാണ്. കാരണം അവിടെ തന്നെയാണ് അവൾ ആദ്യം ആര്യനെ കണ്ടത്. 1 വർഷം മുൻപ് അതേ സ്ഥലത്ത് ഒരു ചെറിയ അപകടം പോലെ അവരുടെ പരിചയം തുടങ്ങി. അനു കടലിനരികിൽ നടക്കുമ്പോൾ അവളുടെ സ്കാർഫ് കാറ്റിൽ പറന്നുപോയി. അത് പിടിക്കാനോടിയപ്പോൾ ആര്യൻ അത് പിടിച്ച് അവൾക്ക് നൽകി. "ഇത് നിനക്ക് തിരികെ വേണമെന്ന് തോന്നുന്നു," അവൻ ചിരിച്ചു പറഞ്ഞു. ആ ചെറിയ സംഭവമാണ് അവരുടെ ജീവിതം മാറ്റിയത്. അവർ ദിവസേന കണ്ടുമുട്ടാൻ തുടങ്ങി. കടൽത്തീരത്തിരുന്ന് സൂര്യാസ്തമനം നോക്കിയും സ്വപ്നങ്ങൾ പങ്കുവച്ചും സമയം ചെലവഴിച്ചു. ആര്യൻ ഒരു മ്യൂസിഷ്യനായിരുന്നു. അവന്റെ ഗിറ്റാറിന്റെ ശബ്ദം അനുവിന്റെ ഹൃദയത്തിൽ സംഗീതമായി ഒഴുകി. അനു ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നെങ്കിലും അവളുടെ മനസ്സിൽ കവിതകൾ നിറഞ്ഞിരുന്നു. "നീ എന്റെ സംഗീതത്തിലെ ഏറ്റവും മനോഹരമായ സ്വരം," ആര്യൻ ഒരിക്കൽ പറഞ്ഞു. "നീ എന്റെ കവിതയിലെ ഏറ്റവും പ്രിയപ്പെട്ട വരി," അനു ചിരിച്ചു മറുപടി നൽകി. അങ്ങനെ അവരുടെ പ്രണയം ശക്തമായി വളർന്നു. പക്ഷേ ജീവിതം വീണ്ടും ഒരു പരീക്ഷണം മുന്നിൽ വെച്ചു. ആര്യന് വിദേശത്ത് ഒരു വലിയ മ്യൂസിക് പ്രോജക്റ്റ് ലഭിച്ചു. "ഇതെന്റെ സ്വപ്നമാണ്," ആര്യൻ പറഞ്ഞു. അനു ചിരിച്ചു. "നിന്റെ സ്വപ്നങ്ങൾക്കായി നീ പോവണം. ഞാൻ കാത്തിരിക്കും." ആര്യൻ പോയി. ദിവസങ്ങൾ മാസങ്ങളായി. ആദ്യകാലത്ത് ഫോൺ കോളുകളും സന്ദേശങ്ങളും ഉണ്ടായിരുന്നു. പിന്നീടവ കുറയാൻ തുടങ്ങി. അനുവിന്റെ ഹൃദയം പതുക്കെ ശൂന്യമായി. ഒരു ദിവസം അവൾ വീണ്ടും കടൽത്തീരത്തെത്തി. അവൾക്കവിടെ അവന്റെ ഓർമ്മകൾ മാത്രം ബാക്കിയായിരുന്നു. അപ്പോൾ പിന്നിൽ നിന്നൊരു പരിചിതമായ ഗിറ്റാർ ശബ്ദം കേട്ടു. അവൾ തിരിഞ്ഞുനോക്കി. ആര്യൻ. അവൻ തിരിച്ചു വന്നിരുന്നു. "എനിക്ക് മനസ്സിലായി. എത്ര വലിയ സ്വപ്നമായാലും അതിൽ നീയില്ലെങ്കിൽ അത് പൂർണ്ണമല്ല." അനുവിന്റെ കണ്ണുകളിൽ സന്തോഷത്തിന്റെ കണ്ണുനീർ നിറഞ്ഞു. അവൾ അവന്റെ അടുത്തേക്ക് ഓടി. കടൽത്തീരത്ത് വീണ്ടും തിരമാലകൾ ഉയർന്നു. പക്ഷേ ഇത്തവണ അവയുടെ ശബ്ദം അവരുടെ പ്രണയത്തിന്റെ സംഗീതമായിരുന്നു. സത്യമായ പ്രണയം ഒരിക്കലും അകന്നുപോകില്ല. അത് തിരിച്ചുവരും, കൂടുതൽ ശക്തിയായി. മഴ പെയ്യുന്ന ഒരു സന്ധ്യയായിരുന്നു. കല്ലൂർ ഗ്രാമത്തിലെ ചെറിയ ബസ് സ്റ്റാൻഡിൽ ഒറ്റയ്ക്ക് നിൽക്കുകയായിരുന്നു മേഘ. അവളുടെ കയ്യിലൊരു പുസ്തകവും മനസ്സിലൊട്ടേറെ ചിന്തകളും. ജീവിതം എവിടേക്കാണ് പോകുന്നത് എന്ന ആശങ്ക അവളെ അലട്ടിക്കൊണ്ടിരുന്നു. അന്നേരം അവളുടെ മുന്നിലൊരു ബൈക്ക് നിർത്തി. മഴയിൽ നനഞ്ഞുമെന്ന ആ യുവാവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "ബസ് വൈകും പോലെ തോന്നുന്നു, ലിഫ്റ്റ് വേണോ?" മേഘ ആദ്യം മടിച്ചെങ്കിലും മഴ ശക്തമായി പെയ്യുന്നതോടെ അവൾ സമ്മതിച്ചു. ആ യുവാവിന്റെ പേര് അർജുൻ. യാത്രയ്ക്കിടെ അവർ സംസാരിക്കാൻ തുടങ്ങി. ചെറിയ കാര്യങ്ങളിൽ നിന്ന് വലിയ സ്വപ്നങ്ങൾ വരെ. ആ ഒരു യാത്ര അവരുടെ ജീവിതം മാറ്റിമറിച്ചു. അടുത്ത ദിവസങ്ങളിൽ അവർ വീണ്ടും കണ്ടുമുട്ടാൻ തുടങ്ങി. കഫേകളിലും കടൽ തീരത്തും ഗ്രാമത്തിലെ പഴയ ലൈബ്രറിയിലും. ഓരോ കൂടിക്കാഴ്ചയും അവരുടെ ബന്ധം കൂടുതൽ ഗാഢമാക്കി. അർജുൻ ഒരു ഫോട്ടോഗ്രാഫറായിരുന്നു. മേഘ ഒരു എഴുത്തുകാരിയാകാൻ ആഗ്രഹിക്കുന്നവൾ. "നിന്റെ കഥകൾക്കൊരാത്മാവുണ്ട്," അർജുൻ ഒരിക്കൽ പറഞ്ഞു. "നിന്റെ ഫോട്ടോകൾക്കും," മേഘ ചിരിച്ചു മറുപടി നൽകി. കാലം കടന്നുപോയി. അവർ തമ്മിൽ പ്രണയം വളർന്നു. പക്ഷേ ജീവിതം എപ്പോഴും സുഖകരമല്ല. അർജുൻ വിദേശത്തൊരു വലിയ അവസരം ലഭിച്ചു. പോകണമോ പ്രണയം നിലനിർത്തണമോ എന്നൊരു വലിയ തീരുമാനത്തിനു മുന്നിൽ അവൻ. "നീ പോവണം," മേഘ പറഞ്ഞു, കണ്ണു നിറഞ്ഞ്. "നിന്റെ സ്വപ്നങ്ങൾക്കായി." അർജുൻ ചോദിച്ചു. "അപ്പോൾ നമ്മൾ?" മേഘ ഒരു ചെറിയ നിശബ്ദതയ്ക്ക് ശേഷം പറഞ്ഞു, "പ്രണയം ദൂരത്തിൽ നിന്നാലും നിലനിൽക്കണം. അല്ലെങ്കിൽ അത് യഥാർത്ഥ പ്രണയമല്ല." അർജുൻ പോയി. ദിവസങ്ങൾ മാസങ്ങളായി. അവർ ഫോൺ കോളുകളും സന്ദേശങ്ങളും വഴി ബന്ധം നിലനിർത്തി. എന്നാൽ ദൂരം അവരെ പരീക്ഷിച്ചു. 1 വർഷം കഴിഞ്ഞ് അതേ മഴക്കാലത്ത് മേഘ വീണ്ടും ബസ് സ്റ്റാൻഡിൽ നിന്നു. അവളുടെ ഹൃദയം ഒരുപാട് ചിന്തകളാൽ നിറഞ്ഞിരുന്നു. അപ്പോൾ വീണ്ടും ഒരു ബൈക്ക് അവളുടെ മുന്നിൽ നിർത്തി. "ലിഫ്റ്റ് വേണോ?" പരിചിതമായ ശബ്ദം. മേഘ തിരിഞ്ഞു നോക്കി. അത് അർജുൻ തന്നെ. അവൻ തിരിച്ചു വന്നിരുന്നു. "ഞാൻ മനസ്സിലാക്കി. സ്വപ്നങ്ങൾ എവിടെയായാലും സാധിക്കാം. പക്ഷേ ഹൃദയം ഇഷ്ടപ്പെടുന്നവൾ ഒരാൾ മാത്രമാണ്." മേഘയുടെ കണ്ണുകളിൽ കണ്ണുനീർ തിളങ്ങി. അവൾ ചിരിച്ചു. മഴ വീണ്ടും പെയ്തു. പക്ഷേ ഇത്തവണ അവരുടെ ഹൃദയങ്ങൾ ഒരുമിച്ചായിരുന്നു. ഇതൊരു സാധാരണ പ്രണയമല്ല. സമയം, ദൂരം, പരീക്ഷണം എല്ലാം അതിജീവിച്ച ഒരു സത്യമായ പ്രണയം.